89.6 FM Sargakshetra. Open mic. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സർഗക്ഷേത്ര 89.6 FM-ൽ ഇനി അങ്ങോട്ട് 2 മണിക്കൂർ ഓപ്പൺ മൈക്കിനത് മാത്രമാണ്. മൺഡേ ആണ്. പൊതുവെ എല്ലാവർക്കും മടിയൊക്കെയുള്ള ദിവസമാണെങ്കിലും ഒന്ന് ഉഷാറായിട്ട് സെറ്റായിട്ട് പവറായിട്ട് വരാൻ ശ്രമിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒട്ടും മടിയില്ല കേട്ടോ. അത് ഏത് ദിവസമാണെങ്കിലും നമ്മൾ ഓപ്പൺ മൈക്കായിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആ യാത്രയിൽ എല്ലാവരെയും കൂടെ കൂട്ടും, ഒപ്പം നല്ല അടിപൊളി പാട്ടും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇന്ന് വിളിക്കാത്തൊരു അതിഥി നമ്മുടെ ഓപ്പൺ മൈക്കിൽ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ഇടയ്ക്കിടയ്ക്ക് ചില വിശേഷ ദിവസങ്ങളിൽ വരുന്ന RJ വിനു തന്നെയാണ്. ആൾക്ക് നമ്മൾ ഒന്ന് മൈക്ക് കൈമാറുകയാണ്. വിനു സാർ, എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാമോ? ഞാൻ ബിൻസിയുടെ ഇൻട്രോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കേട്ട് നോക്കുമായിരുന്നേ. അതായത് തിങ്കളാഴ്ചയാണ്, മടി ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് ഈ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പറഞ്ഞതിന്റെ ഒരു ലോജിക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതെന്താ ബിൻസി? മടി രാവിലെ അല്ലേ? മടി മാറാനുള്ള സമയവും മടിയായിട്ടിരിക്കുന്ന സമയം എല്ലാം രാവിലെ തന്നെ അല്ലേ? അല്ലല്ല, മടിക്ക് അങ്ങനെ സമയമൊന്നുമില്ല. എനിക്കിപ്പോ എപ്പോഴും മടിയാണല്ലോ. അതിന് കൃത്യമായിട്ട് സമയമൊന്നുമില്ല. ബിൻസിയുടെ മടിക്ക് തിങ്കൾ ചൊവ്വ ഭേദം, അല്ലെങ്കിൽ മഴയുള്ളപ്പോൾ മഴയില്ലാത്തപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. എപ്പോഴും മടിയല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലല്ല, ഇവിടെ ഒരു പ്രശ്നമില്ല നിലവിൽ. വിനു സാറ് വന്നതിന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നമുണ്ട്. പക്ഷെ സാരമില്ല, പരിപാടി തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മൾ ഇന്നലെ കോട്ടയം ജില്ലയിലുള്ളവരും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള ജലോത്സവ പ്രേമികളായിട്ടുള്ള മനുഷ്യരെല്ലാം ഇന്നലെ രാവിലെ തുടങ്ങി ആർപ്പൂക്കരയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ പല പല ചാനൽസിലൂടെയൊക്കെ. അപ്പോൾ എന്താണ് കാര്യമെന്ന് പലർക്കും പിടികിട്ടിയിട്ടുണ്ടാകും. പിടികിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ആർപ്പൂക്കരയിൽ ഒരു ചുണ്ടൻ വള്ളം വരുവാണ്. ജനകീയമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ഒരു ചുണ്ടൻ വള്ളം വരുവാണ്. ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ചുണ്ടൻ വള്ളമായിരിക്കും ഇത്. അപ്പോൾ ചുണ്ടൻ വള്ളവുമായി ബന്ധപ്പെട്ടുള്ള ചുണ്ടൻ വള്ളം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ ഇവിടെ പരന്നിട്ട് ഒരുപാട് നാളായി. കഴിഞ്ഞ ജലോത്സവ സീസൺ മുതലേ ഇത് ചർച്ച തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ ഈ ചുണ്ടൻ വള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന സംഭവം കോട്ടയം നഗരത്തിൽ, അതായത് കോട്ടയം ജില്ലയുടെ പല ഇടങ്ങളിലായിട്ട് അരങ്ങേറി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് വേണ്ട 2 ആഞ്ഞിലിത്തടികൾ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്ര. ആഞ്ഞിലിത്തടി എന്ന് പറഞ്ഞാൽ പടുകൂറ്റൻ തടി എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ ആഞ്ഞിലിത്തടിക്ക് സ്വീകരണം കൊടുത്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പല തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടന്ന ദിവസമായിരുന്നു ഇന്നലെ. റോഡടച്ച് വലിയൊരു ട്രെയിലർ ലോറിക്കകത്ത് ആഞ്ഞിലിത്തടിയും, അത് ആഞ്ഞിലിത്തടി കയറിയിരിക്കുന്ന പോർഷനിൽ മുത്തുക്കുടകളും തോരണങ്ങളും കുരുത്തോല പന്തലും ഒക്കെ ആയിട്ട് വൻ ആഘോഷ പരിപാടികളാണ്. മുന്നിൽ ചെണ്ടമേളം, അതോടൊപ്പം തന്നെ ഈ ഇരുചക്രവാഹന റാലി, കാർ റാലി, അതിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ട്രെയിലർ ലോറി, അതിൻ്റെ ഉള്ളിലായിട്ട് തടി, ഇങ്ങനെ വൻ പരിപാടി നടന്ന ദിവസമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ ഘോഷയാത്ര നടന്ന വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ തീരുമാനിച്ചേക്കണം. ചിലത് അങ്ങനെയാണല്ലോ, ചില സഞ്ചാരങ്ങൾ അങ്ങനെയാണല്ലോ, ചില ചരിത്ര സംഭവങ്ങൾ നടന്ന വഴിയിലൂടെ ഒന്നുകൂടി സഞ്ചരിക്കാനുള്ള ഒരു ആലോചന, ഒരു ആഗ്രഹം. അപ്പൊ ഓപ്പൺ മൈക്കിന്റെ യാത്ര ഇന്ന് ഫുള്ള് ചുറ്റിക്കറങ്ങാൻ പോകുന്നത് ഈ വഴികളിലൂടെ ആയിരിക്കും. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു അടിപൊളി പാട്ടിലേക്ക് പോവാം അല്ലേ? ഉറപ്പായിട്ടും നല്ല പാട്ടുകൾ വരുന്നു. പാട്ടുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. 89.6 FM Sargakshetra. Open mic. ഓപ്പൺ മൈക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ ആർപ്പൂക്കര ചുണ്ടൻ വള്ളത്തിന് വേണ്ടിയുള്ള ആഞ്ഞിലിത്തടിയുമായി ഇന്നലെ നടന്ന ഘോഷയാത്ര കണ്ടവരാണ് എല്ലാവരും, അതിന്റെ ഭാഗമായവരാണ്. അതിപ്പോ കാണാത്തവർ എന്താണ് പരിപാടി എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു നാട്ടിലേക്ക് 2 വലിയ ആഞ്ഞിലിത്തടികൾ, അതായത് ചുണ്ടൻ വള്ളത്തിന് പാകമായിട്ടുള്ള ആഞ്ഞിലിത്തടികളുമായിട്ട് വരുന്ന ഒരു വലിയ പരിപാടിയാണ്. നമ്മളുടെ കേരള ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ആർപ്പൂക്കര ചുണ്ടന്റെ നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോകും. ഇന്നലെ നടന്ന ഘോഷയാത്രയാണ്. ഘോഷയാത്രയ്ക്ക് ശേഷം ഇനി എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ആർപ്പൂക്കര വള്ളസമിതിയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള വിനേഷ് ചേട്ടന്റെ അടുത്താണ്. ഹലോ ചേട്ടാ. ഹായ്, പറയൂ. എങ്ങനെ പോയി പരിപാടികളെല്ലാം? അടിപൊളിയായിട്ട് നമ്മൾ രാവിലെ ജെയിംസ് മുല്ലശ്ശേരി അച്ഛന്റെ അല്ലെങ്കിൽ അവിടെ കുറെ നമ്മുടെ സർഗക്ഷേത്രയുടെ സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള സിജോ അച്ഛനും, ഒപ്പം നമ്മളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ജെയിംസ് മുല്ലശ്ശേരി അച്ഛനും എല്ലാവരോടും ആശീർവദിച്ച് അവിടുത്തെ ജനപ്രതിനിധികളോട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അവിടുന്ന് യാത്രയായി നേരെ മെഡിക്കൽ കോളേജിലെ അതേ വളരെ വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് അവർ അവിടെ നമുക്ക് തടി സ്വീകരണം നടത്തി. പിന്നെയും അവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ
ഡോക്ടർ വർഗീസ് പുന്നു സാർ ഉണ്ടായിരുന്നു. വളരെയധികം വിശിഷ്ട വ്യക്തികളുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത അമ്പലക്കവല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവിടെ ഒരു വളരെയധികം വലിയ സ്വീകരണം. അതിനുശേഷം പനമ്പാലം, മണലേപ്പള്ളി, കോലേട്ടമ്പലം, അതിനുശേഷം കരിപ്പ, മൂഴിമുഖം, അതിനുശേഷം ഇപ്പോൾ കരിപ്പൂത്തട്ടിൽ നിന്നും നേരെ മണിയാപറമ്പിൽ നമ്മുടെ സ്വീകരണം ചെയ്തത് ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം സഹകരണ മിനിസ്റ്ററും നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുമായ വാസവൻ സാർ അവിടുത്തെ സ്വീകരണം നടത്തി. വളരെയധികം വലിയ ജനാവലിയുടെ സ്വീകരണത്തിൽ അതിനുശേഷം നേരെ കൈപ്പഴമുട്ടിൽ എല്ലാ പരിപാടികളും അവസാനിച്ചു. ഭംഗിയായിട്ട് അവസാനിച്ചു. എന്തായാലും ഒരു പ്രോഗ്രാം റിപ്പോർട്ട് കേൾക്കുന്ന ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ. അതെ അതെ. ഇപ്പൊ ഇനി ഇന്നലത്തെ പരിപാടി ആരും കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ കണ്ട പോലത്തെ ഒരു ഫീല് കേൾക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചേട്ടൻ. എന്തുകൊണ്ടാണ് ഇത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റിപ്പോർട്ട് പറയുന്ന രീതിയിൽ നമ്മളിത് കേട്ടതെന്ന് അറിയാവോ? അദ്ദേഹം KE സ്കൂളിലെ PTA മെമ്പറാണ്. താങ്ക് യു. അതെ അതെ റിപ്പോർട്ട് അച്ഛന്റെ ഒരു അതെ ഫാനും കൂടിയാണ്. PTA ഭരണസമിതി അല്ലെങ്കിൽ PTA കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എത്രത്തോളം സിസ്റ്റമാറ്റിക് ആണ് എന്ന് അറിയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറച്ചു നേരത്തെ ഈ ഒരു റിപ്പോർട്ട് കേട്ടാൽ മതി. അതായത് ഇന്നലെ നടന്ന സ്വീകരണത്തെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യർക്ക് ഇത്രത്തോളം ഗംഭീരമായിട്ട് കാര്യങ്ങൾ വിശദമാക്കാൻ പറ്റില്ല അല്ലെ? ഇതിന് മേലെ പാടാൻ ഞങ്ങൾക്കില്ല. ഇനി റേഡിയോയാണ് പാടാൻ പോകുന്നത്. റേഡിയോയിൽ അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM-ൽ ഓപ്പൺ മൈക്ക് ആയിട്ട് വിൻസിയും വിനുവും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ RJ ബിൻസി ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ഒക്കേഷനിൽ പ്രത്യക്ഷപ്പെടുന്ന RJ വിനുവും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്നലെ ആർപ്പൂക്കര ചുണ്ടന്റെ തടിയുമായിട്ട് പട്ടുകൂറ്റൻ ആഞ്ഞിലി തടിയുമായിട്ടുള്ള ഘോഷയാത്ര നമ്മുടെ നാട്ടിലൂടെ നടന്ന് പോയതാണ്. നടന്നല്ല, വണ്ടിക്കകത്ത് കൊണ്ടുപോയതാണ്. അതെ അതെ അതെ. പിന്നെ വിനുസാറിന്റെ വണ്ടി കേട്ടത് വിനുസാറ് പുറകെ നടന്നു വരികയായിരുന്നു. അത് ഉറപ്പായിട്ടും ഞാൻ പുറകെ നടന്നു വന്നു. പുറകെ പോലും നടക്കരുത് എന്ന് വിൻസിനോട് പറഞ്ഞുകൊണ്ട് വിൻസി അകത്തിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഗംഭീര ഘോഷയാത്ര കണ്ടിട്ടുള്ളവർ, അതിന്റെ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരൊക്കെ ഇപ്പൊ അതിനെപ്പറ്റി ഓർക്കുന്നുണ്ടാവും. ഈ ഘോഷയാത്രയ്ക്ക് പോയപ്പോഴേ എല്ലാവരും ആലോചിച്ചൊരു ചോദ്യമാണ്, ഇവിടെ നിന്നാണ് ഈ തടി കൊണ്ടുവന്നതെന്ന്. അതിന്റെ ഉത്തരവൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ തടി ആരാണാവോ മുറിച്ചത് എന്നുള്ള ചോദ്യത്തിനും, അതായത് ഇത്രയും വലിയ കാട്ട് തടിയൊക്കെ ആരാണാവോ വെട്ടുന്നത്, ആ ആളെ ഒന്ന് സമ്മതിക്കണം, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരനോട് ഷെയ്ക്കാൻഡ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ പിടികൂടി. ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. ഹലോ ചേട്ടാ. പറഞ്ഞു. എന്താണ് ചേട്ടന്റെ പേര്? എന്റെ പേര് രാജേഷ്. ചേട്ടാ, അതായത് എല്ലാവർക്കും ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പടുകൂറ്റൻ തടിയുടെ ഘോഷയാത്ര കണ്ടപ്പോൾ ഈ തടി എങ്ങനെയാണ് മുറിച്ചത്, ആരാണ് മുറിച്ചത്, ഈ ഒരു അന്വേഷണമാണ്. ഞങ്ങൾ ഈ അന്വേഷണം ചേട്ടനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളൊരു 4 ആളുണ്ട്, ഒരു ടീമായിരുന്നു. ഓക്കെ, അത് കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബാണ് നിങ്ങളുടേത്. അതെ അതെ, ആ ക്ലബ്ബാണ് ഇത് ചെയ്തത്. ആ 4 പേരുടെ പേര് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ തടി വെട്ടുന്ന ഒരു ചെറിയ റിസ്ക് ആയിരുന്നു. കാരണം ഇത് തടി നമുക്ക് മറിഞ്ഞു വിടുമ്പോ ഇങ്ങനെ ഞടുങ്ങി വീഴാൻ പാടില്ല, ഈ തടി ഞടുക്കാൻ കിട്ടാൻ പാടില്ല. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. തടി വളരെ ശ്രദ്ധയോടുകൂടി വെട്ടണം. ഇതിന് അടിയിൽ ബെഡ് ഉണ്ടാക്കിയിട്ട് ബെഡ് പോലെ വിരിച്ചിട്ടാണ് അതിലേക്ക് വെട്ടിയിടുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടിയാണ്. അത് മാത്രമല്ല, ഒരു നാടിന്റെ വികാരമാകാൻ പോകുന്ന ഒരു തടി തന്നെ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വില വരുന്ന ഒരു തടി, അതുപോലത്തെ മറ്റൊരു തടിയും കൂടി ഇരിക്കുന്നു. ഒരു നാടിൻ വള്ളത്തിനുള്ള തടിയാകുമ്പോൾ ഇതിന് ഞടുക്കം കിട്ടാൻ പാടില്ല. ഒരു നാടിന്റെ വികാരമാകാൻ പോകുന്ന വലിയ ചുണ്ടൻ വെള്ളത്തിന് വേണ്ടിയുള്ള തടിയാണ്. അതെ അതെ അതെ. ചേട്ടാ, എത്ര നാളായി ഈ ഒരു മേഖലയിൽ, മരം വെട്ട് മേഖലയിൽ? ഞങ്ങൾ 10-15 കൊല്ലായി. 15 വർഷമായി. ചേട്ടാ, കൂടുതൽ വലിയ തടിയാ വെട്ടുന്നത്. വലിയ പരിപാടിയൊന്നുമില്ല, എല്ലാം വലിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേരുടെ പേരൊന്ന് പറയാവോ? കൂടെയുള്ള ആൾക്കാരുടെ പേര് ഒന്ന് ശ്രീകുട്ടനുണ്ട്, ഒന്ന് ബിജു, മനോജ്, അങ്ങനെയുള്ള 4 പേരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഘോഷയാത്ര കൂടുതലും തേക്കുമരം വെട്ടുന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോ എന്തായാലും ചേട്ടാ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടന് വേണ്ടി റേഡിയോയിലില്ലേ നല്ല കിടിലം പാട്ടുകൾ വരുന്നുണ്ട്. അടിപൊളി പാട്ട് വെച്ചു. അടിപൊളി പാട്ട് തന്നെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ മൈക്ക് ആണ്, കൂടാതെ ഞങ്ങൾ രണ്ടും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ RJ ബിൻസി ഉണ്ട്. നമ്മൾ ആർപ്പൂക്കര ചുണ്ടൻ വള്ള നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തടി കൊണ്ടുപോകുന്ന യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്ത ആളുകളെ പരിചയപ്പെട്ട് വരുമ്പോൾ ഇനി പരിചയപ്പെടാൻ പോണത് ആരെയാണ് വിനു സാറേ? അതായത് നമ്മള് ചുണ്ടൻ വെള്ളത്തിന് വേണ്ട വലിയ പട്ടുകൂറ്റൻ ആഞ്ഞിലിത്തടി ഇന്നലെ കൊണ്ടുപോയ, അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഘോഷയാത്ര, ആഞ്ഞിലിത്തടിയുമായിട്ട് നടന്ന ഘോഷയാത്ര പോയ വഴിയിലൂടെ നമ്മൾ ഒരു റൗണ്ട് ചുമ്മാ ഒന്ന് കറങ്ങി. ഇനിയിപ്പോ ഈ വഴികളിലൂടെ കറങ്ങൽ കൂടിയാണല്ലോ ഓപ്പൺ മൈക്കിന്റെ സ്വഭാവം. അതെ അതെ. ചുണ്ടൻ വെള്ളം നിർമ്മാണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബിൻസി സ്ഥിരം അവിടെ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് വെള്ളം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എന്താണ് ചേട്ടാ, ഇങ്ങനത്തെ പല ചോദ്യങ്ങളായിട്ട് ആണല്ലോ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, നാടിന്റെ ഇത്രയും വലിയ ആഘോഷമാണല്ലോ. അതെ. അപ്പോ നമ്മളിങ്ങനെ
ഈ യാത്ര, അതായത് ഘോഷയാത്ര പോയ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരാളെ കണ്ടുമുട്ടി. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ ഘോഷയാത്രയെ പറ്റി പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഭാഷകയാണ്. ആളെ ഞാൻ ഇന്നലെ നോട്ട് ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വാഹനത്തിന്റെ പിന്നിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ആള് കാര്യമായിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കൽ മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെയുള്ളവരെ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുമല്ലോ, നോട്ട് ചെയ്യും. അപ്പൊ അഡ്വക്കേറ്റ് അൻസു ആണ് ജോയിൻ ചെയ്യാൻ പോണേ അല്ലേ? അതെ അതെ അതെ. എന്താണ് അൻസു പറയാനുള്ളത് ഞങ്ങളോട്? ഇത് ഞങ്ങളുടെ ആർപ്പുക്കരയുടെ അഭിമാനമാണ് ഈ ചുണ്ടൻവെള്ളം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിൽ ഇന്നലെ നമ്മള് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മള് സ്വീകരണം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാടിന്റെ തന്നെ ഒരു അഭിമാനമാണ്. ലൈക്ക് ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ഇതിന്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലായിട്ടും എല്ലാ നാട്ടുകാരും ജാതി മത ഭേദമന്യേ ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഇനി ഇതിൻ്റെ ഉള്ളൊരു ഫ്യൂച്ചർ ഇതിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു വിന്നിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആർപ്പുക്കര ചുണ്ടന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിജയം കൂടെയാണ്. സോ അതിന്റെ ഒരു ബെസ്റ്റ് തിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അൻസുന്റെ വാക്കുകളിൽ ആ ഒരു ആവേശം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ചുണ്ടൻ വെള്ളം വിജയിച്ച് വരേണ്ടത് നമ്മൾ എല്ലാവരുടെയും ആവശ്യമാണ്. അതെ തീർച്ചയായിട്ടും. വി ആർ സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. ആ ഒരു ചുണ്ടൻ വെള്ളത്തിന് ആർപ്പുക്കരയുടെ അഭിമാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ അത്യുച്ചത്തിൽ ഒരു പോരാളി എന്ന പോലെ തന്നെയാണ് ഈ ചുണ്ടൻ വെള്ളം ഇനി ഇറങ്ങാൻ പോകുന്നത്. പോരാളികൾക്ക് മേൽ മറ്റൊരു പോരാളിയായി ആർപ്പൂക്കര ചുണ്ടൻ നീരണിയാൻ പോകുമ്പോൾ, നീരണിയാനല്ല നിർമ്മാണം തുടങ്ങാൻ പോകുന്നുള്ളൂ, അത് കഴിഞ്ഞ് നീരണിയുമല്ലോ. ഒരുപാട് പേരുടെ, ഒരു നാടിന്റെ മുഴുവനും പ്രതീക്ഷയായിട്ട് വരാൻ പോകുന്ന ചുണ്ടൻ വെള്ളത്തെ പറ്റിയുള്ള ഒരു നാട് പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചുണ്ടൻവെള്ളത്തെ കുറിച്ച് നല്ലൊരു പാട്ടും കൂടെ കേട്ടാൽ? കല്ലക്കം പാട്ട് തരും അൻസുവിനും കൂടി വേണ്ടി. താങ്ക് യു. ഓക്കെ, അടിപൊളി പാട്ട് വരുന്നുണ്ട്. ഇത് ഓപ്പൺ മൈക്കാണ്, കൂടാതെ വിൻസിയും വിനുവും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്കായിട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM-ൽ. ഇന്നത്തെ ഓപ്പൺ മൈക്കിന്റെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ആർപ്പൂക്കര ചുണ്ടന് വേണ്ട ആഞ്ഞിലി തടികളുമായിട്ട്, പട്ടുകൂറ്റൻ തടികളുമായിട്ട് വളരെ വലിയ ഒരു വാഹനം ഇന്നലെ നമ്മളുടെ നിരത്തുകളിലൂടെയൊക്കെ പോയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ വളരെ വലിയൊരു വാഹനം എന്ന് പറഞ്ഞല്ലോ. ഈ വാഹനം ഓടിച്ച ആള് ഇപ്പൊ നമ്മളുടെ അടുത്തുണ്ട്. എന്താണ് വണ്ടി, എത്രത്തോളം റിസ്ക് ഏറിയതായിരുന്നു യാത്ര എന്നുള്ളതൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞുതരും. ഓക്കെ ചേട്ടാ, അപ്പോ നമസ്കാരം. ചേട്ടന്റെ പേര് പറയണം, അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? എന്റെ പേര് രമേഷ് കുമാർ എന്നാണ്. വണ്ടിന്റെ പ്രത്യേകത, ഇത് ട്രെയിലറാണ്. ചെറിയ ചെറിയ വളവുകളിൽ കൂടെയാണ് ഇന്നലെ പോയത്. ചേട്ടൻ എത്ര നാള് ആയി ഈ ഒരു ട്രെയിലർ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്? ഒരു 20 കൊല്ലത്തോളമായി. 20 വർഷം ഇത്തരം വാഹനം ഓടിച്ചാണ്. നിങ്ങൾ ഇതിനു മുൻപ് ഈ വലിയ തടിയുമായിട്ട് പോകേണ്ട വഴികളിലൂടെ എല്ലാം ഒരു ട്രയൽ ഓട്ടം നടത്തി എന്ന് പറഞ്ഞു. അത് എന്നായിരുന്നു? ട്രയൽ ഓട്ടം അല്ല, വന്ന് കണ്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത്. എല്ലാ വളവുകളും ചേട്ടൻ കണ്ട് ഇത് വണ്ടി വളയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തി? ഉറപ്പില്ല, വന്ന് പോവാം എന്നുള്ളൊരു വിശ്വാസം. അതാ. എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ചേട്ടന് സന്തോഷം തോന്നുന്നുണ്ടോ? ആ, അത് തോന്നുന്നുണ്ട്. എവിടെയാണ് ചേട്ടന്റെ നാട്? എവിടെയാണ്? സ്വന്തം നാട് പാലക്കാടാണ്. ഓക്കെ, ചേട്ടന്റെ സംസാരത്തിൽ അല്പം ഒരു തമിഴ്നാടിനോടുള്ള ഒരു ബന്ധം തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. പാലക്കാട് എവിടെയായിട്ടാണ് വീട്? പത്തിരിപ്പാല, ഒറ്റപ്പാലത്തിനടുത്തുള്ള പത്തിരിപ്പാല എന്നുള്ള സ്ഥലത്താണ്. ഈ വാഹനം ഒരു തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് എവിടുത്തെ വണ്ടിയാ? തൃപ്പൂണിത്തറയാണ്. ഓക്കെ, ഇത് വണ്ടിയുടെ മുതലാളിയുടെ പേരെന്ന് പറഞ്ഞേ? അജു കെ പൗലോസ്. പിന്നെ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ പേരും പറയണോ? പിന്നെ തീർച്ചയായിട്ടും പറയണം. ഓക്കെ, ചേട്ടൻ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട് കേട്ടോ. കൃപ ക്രെയിൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് അടുത്ത് നോക്കിയാൽ ഒരു വലിയൊരു ക്രെയിൻ സർവീസിന്റെ ഉടമയാണ്. വലിയൊരു ക്രെയിൻ സർവീസിന്റെ ചെറിയൊരു വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത് എന്നാ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നാടിന്റെ വലിയ ആഘോഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ മൈക്കിലൂടെ. ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്, അറിയാനുണ്ട്. അതിനു മുമ്പായിട്ട് 2 പാട്ടിലേക്ക് പോകാം. കൂടാതെ ബിൻസിയും വിനുവും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM-ൽ. ഓപ്പൺ മൈക്കായിട്ടുള്ള യാത്രയിൽ പാട്ട് കേട്ട് ആളുകളെ പരിചയപ്പെട്ട് ഇന്നത്തെ സ്പെഷ്യൽ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ആർപ്പുക്കരക്കാരുടെ ആഘോഷമായിട്ടുള്ള നമ്മുടെ ആർപ്പുക്കര ചുണ്ടൻ വള്ളം നീരണിയാൻ പോകുന്നതിന് മുൻപ്, നിർമ്മാണം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അതിനുള്ള തടി കൊണ്ടുപോകുന്ന യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഉറപ്പായിട്ട് നമ്മൾ ആർപ്പുക്കര ചുണ്ടൻ വള്ളത്തിന് വേണ്ട ആ ആഞ്ഞിലിത്തടി പോയ വഴിയെ നമ്മൾ സഞ്ചരിക്കുമായിരുന്നു. സൂര്യകവലയിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് സ്ഥലത്തിന്റെ ഒരു സൂര്യകവലയിൽ നടന്ന് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. ചോദിച്ച ആരോടാണ് എന്ന് വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സൂര്യകവലയിലാണ്. സൂര്യകവല എന്ന് നമ്മളോട് പറഞ്ഞു തന്ന ആളുടെ പേരെന്ന് പറയാവോ? എന്റെ പേര് സിബി. സിബി ഒരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞാൽ? അതെ.
ഞാൻ ഗിരിദീപം സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറിനെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചുണ്ടൻ വള്ളം ഒരു നാട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്. ചുണ്ടൻ വെള്ളം വരുന്നതിന് വേണ്ടി ഞാൻ 1 മണിയായപ്പോ തൊട്ട് ഇന്നലെ കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഈ ചുണ്ടൻ വെള്ളത്തിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞങ്ങള് സൂര്യാകവലയിലെത്തി അതിനെ സ്വീകരിച്ചു. ഞങ്ങളുടെ സ്വീകരണം അത് ഞങ്ങളുടെ ആർപ്പുക്കരയുടെ ഒരു സ്വപ്നമാണ്, നമ്മുടെ ചുണ്ടൻ നീരണിയുക എന്നുള്ളത്. ടീച്ചർ ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഞാൻ കൊച്ചു പിള്ളേരെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, നഴ്സറി പിള്ളേരെ. അപ്പൊ എല്ലാം പഠിപ്പിക്കേണ്ടി വരും. എല്ലാം പഠിപ്പിക്കേണ്ടി വരും. അടിത്തറയിട്ട ആളാണ് നിൽക്കുന്നത്. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ക്ലർക്കായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ടു. അപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺ ലീവ് എടുത്ത് പോകുന്നതാണ്. എന്നാലും ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ അനേകരും നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ അധ്യാപക ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചുണ്ടൻ വെള്ളത്തിന്റെ നിർമ്മാണം തുടങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാകും. ആയിക്കോട്ടെ, ഞങ്ങളും വരും കാണാൻ. ടീച്ചറിന്റെ സാന്നിധ്യം ഞങ്ങളവിടെ പ്രതീക്ഷിക്കുവാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറിനെ കണ്ടത് സന്തോഷമായല്ലോ. സന്തോഷമായി. ടീച്ചറിനെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഇനി എന്താണ് വേണ്ടത്? നമുക്ക് പാട്ട് വേണം. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം ആളുകൾ തീർന്നിട്ടില്ലട്ടോ. ഞങ്ങൾ സൂര്യാകവലയെന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ പോണം, കാരണം റേഡിയോ സൂപ്പർ ലീഗിന്റെ സമയമാണ്. ഇനി പോയേ പറ്റൂ. ഇത് സർഗക്ഷേത്ര. ടീച്ചർ പറഞ്ഞു പൊക്കോളാൻ. ഇനി ടീച്ചർ ഇങ്ങനെ പറയും, പൊക്കോ. ഇനി നിങ്ങൾ പൊക്കോ, അടുത്ത സ്റ്റേഷനിൽ പോയി അടുത്ത ആളുകളെ കാണുക. ഓക്കെ, കാര്യങ്ങളൊക്കെ വളരെ നെരിപ്പായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും ഒരു നിമിഷം നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, അടുത്തിടത്തേക്ക് പോകാൻ ടീച്ചറും കൂടി പറഞ്ഞ സ്ഥിതിക്ക് വിൻസി ഇനി വേണ്ട കേട്ടാ, പോയേ പറ്റൂ. ഓക്കെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Open Mic. അങ്ങനെ ഓപ്പൺ മൈക്കിന്റെ യാത്ര ഏകദേശം അവസാനിക്കാനായിട്ടുള്ള സമയമാകുമ്പോൾ സർഗക്ഷേത്ര 89.6 FM RJ ബിൻസിയും RJ വിനും തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് അല്ലെ ഇത്രയും നേരം? ഉറപ്പായിട്ടും നമ്മൾ ഈ ആർപ്പൂക്കര ചുണ്ടന് വേണ്ട ആഞ്ഞിലിത്തടി സഞ്ചരിച്ച വഴിയെ പോയി ഒരുപാട് കാര്യങ്ങൾ സംഘാടക സമിതിയായിട്ടും അതോടൊപ്പം തന്നെ ആഞ്ഞിലിത്തടിയെ റോട്ടിൽ വരവേൽക്കാൻ വന്നവരുമായിട്ടൊക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ശരിക്കും ഇതെല്ലാം വലിയൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ റേഡിയോ പാർട്ണറാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചുണ്ടൻ വെള്ളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിൽ പലതരത്തിൽ നമ്മൾ ഇടപെടൽ ഉണ്ടാകും. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലായിടത്തേക്കും. ആ അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഇനി വിനു സാറ് വന്നില്ലെങ്കിലും RJ ബിൻസി ഓപ്പൺ മൈക്കിലൂടെ എത്തിച്ചിരിക്കും. ഓക്കെ, പറയൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ആണോ? അപ്പൊ എന്നെ കൊണ്ടുപോകില്ലേ ഇനി ചുണ്ടൻ വെള്ളവുമായി ബന്ധപ്പെട്ട്? ഉറപ്പായിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് കൊണ്ടുപോകാം. ഇടയ്ക്ക് വിനു സാറിന് വിഷമമാകുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാം. അപ്പൊ ഓപ്പൺ മൈക്കായിട്ട് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ആർപ്പൂക്കര ചുണ്ടൻ വരുന്നതിന്റെ ആ ഒരു സന്തോഷം സംഘാടക സമിതിക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു. ഒപ്പം സംഘാടക സമിതി അല്ല ബിൻസി, സംഘാടക സമിതി, അല്ലെങ്കിൽ സങ്കടം എന്നുള്ള ഒരു വിഷമമുള്ള ഒരു സമിതിയായി പോകൂലേ? ഒരുപാട് സന്തോഷമുള്ള നമ്മുടെ ചുണ്ടൻ വെള്ള സമിതിക്കാർ നമ്മളോട് പറഞ്ഞു. ഇത് ഓക്കെ, ഇത് കറക്റ്റ് ആണ്, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ മെല്ലെ ബൈ പറയാൻ പോവാണ്. കാരണം ഒരുപാട് സമയം സന്തോഷം അതിന്റെ പുറത്ത് നിർത്താൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ബൈ പറഞ്ഞേ മതിയാകൂ. അതെ. ഇനി റേഡിയോ സൂപ്പർ ലീഗ് വരുന്നുണ്ട്. അധിക നേരം മിനുച്ചേട്ടൻ ഇവിടെ നിർത്താൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല. ഇത് RJ ബിൻസിയുടെ ഓപ്പൺ മൈക്കാണ് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.